Hi friends, welcome to Michoos world. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടും അതുപോലെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബ്രെഡ് ഗുലാബ് ജാമുൻ ആണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ്. ബാക്കി വന്ന ബ്രെഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ബ്രെഡ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 8 ബ്രെഡ് ആണ്. അപ്പോൾ എത്ര ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബ്രെഡിന്റെ അളവും കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ബ്രെഡ് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാ ബ്രെഡും ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലോട്ട് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം നമ്മുടെ കൈകൊണ്ട് തന്നെ ഈ ജാറ് നന്നായി കുലുക്കി കൊടുക്കുക. പിന്നെ വീണ്ടും പൊടിച്ചെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഈ ബ്രെഡൊക്കെ പൊടിച്ചെടുക്കാൻ പറ്റും. ഇനി പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് നമുക്കൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ നല്ല ഫൈനായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സ്പൂണ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് തന്നെ മിക്സ് ചെയ്താൽ മതി. അതിനുശേഷം കുറേശ്ശെ പാലൊഴിച്ചിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കാം. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്കിത് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കണം. ഇതേപോലെ എല്ലാം ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഇനി ഇതിലേക്കുള്ള പഞ്ചസാരപ്പാനി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി 1 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്കൊരു 4 ഏലക്കായ ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഞ്ഞു ഉരുളകളൊക്കെ പൊരിച്ചെടുക്കണം. അതിനു വേണ്ടി ഇതേപോലെ ഒരു പാനിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ ഓരോ ഉരുളകളും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായി വറുത്തെടുക്കാം. ഈ ഉരുളകൾ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതൊരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. ഒരു 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കളറായി കിട്ടും. അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഉരുളകളൊക്കെ നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഉരുളകളൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്തിൻ്റെ ഉള്ളിൽ പഞ്ചസാരപ്പാനി നല്ല തിക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരപ്പാനിക്ക് ഇപ്പോൾ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഈ ഒരു ചൂടുള്ള പഞ്ചസാരപ്പാനിയിലേക്കാണ് നമ്മൾ ഈ ഉരുളകളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പഞ്ചസാരപ്പാനി എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ അടച്ചു വെക്കണം. അപ്പോൾ ഈ പഞ്ചസാരപ്പാനിയൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് വലിച്ചെടുത്തിട്ട് നമുക്ക് നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡിയായി കിട്ടും. അങ്ങനെ നമ്മുടെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. ഇനി പഞ്ചസാരപ്പാനി ഇതിൻ്റെ ഉള്ളിലോട്ട് നന്നായി വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പഞ്ചസാരപ്പാനിയിലോട്ട് ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ഹോളാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ പഞ്ചസാരപ്പാനിയൊക്കെ നന്നായി വലിച്ചെടുത്ത് നല്ല സ്വീറ്റായിട്ട് കിട്ടും.
അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെ ഇതേപോലെ ഒരു റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടി വരും. അതും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.